സ്വാഗതം. സയന ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിന് ഭയങ്കര ഭാരം തോന്നുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഭാരം തോന്നുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് കാരണവും എന്ത് തീരുമാനമാണ് നാം എടുക്കേണ്ടത്, റൈറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡൊക്കെ എടുക്കുന്നത്, എന്തുകൊണ്ടാണ് മനസ്സിന് ഇപ്പോൾ ഒരു ഹെവിനെസ് എന്ന് തോന്നുന്നത്, അതിന് എന്ത് തീരുമാനമാണ് നാം എടുക്കേണ്ടത് എന്ന് നമുക്ക് ടാരോക്കാർഡിനോട് ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിന് ഹെവിനെസ് തോന്നുന്നത് നമ്മൾ ചോദിച്ചത്. നമുക്ക് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് 10 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. 10 ഓഫ് സോർട്സ് നമ്മൾ കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഭീഷ്മർ ശരശയ്യെ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ്. അതായത് പുറകിൽ നിന്ന് 10 വാളുകൾ കുത്തി കയറിയിരിക്കുന്നു. ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ചതിക്കുക, അപ്രതീക്ഷിതമായിട്ട് പുറകിൽ നിന്ന് കുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം ഇനി ഒരിക്കലും നമുക്ക് നേടാൻ കഴിയില്ല. അതായത് അന്ത്യം എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് എൻഡ് ഓഫ് സംതിങ് എന്ന് പറയും. ഇത് ചിലപ്പോൾ ബിസിനസ് ആവാം, ചിലപ്പോൾ തൊഴിലിൻ്റെ സ്വപ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഇപ്പോൾ താങ്കളെ മനസ്സിന് ഭാരം നൽകുന്നത് ആ ഒരു അധ്യായം അടഞ്ഞു പോയല്ലോ എന്നൊരു വേദനയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്ത് തീരുമാനമാണ് നാം എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് എന്ന് പറയുന്ന കാർഡ് ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ, 10 കഴിഞ്ഞ് വരുന്നൊരു നമ്പറാണ്. പേജ് എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്ന ആളാണ്. കപ്പ് എന്ന് പറയുന്ന ഇമോഷനാണ്. അതായത് കപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മീൻ പുറത്തേക്ക് വരുന്നൊരു കാർഡാണ്. ഈ കാർഡ് സർഗാത്മകത എന്നാണ് പറയുന്നത്. അതായത് താങ്കളോട് പറയുന്നത് താങ്കൾ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു, അതിൽ നിന്ന് താങ്കൾക്ക് ഉയർത്തി നിൽക്കണമെങ്കിൽ അത് തിരിച്ചു വരുന്നൊന്നും ഇവിടെ ഞാൻ അവകാശപ്പെടുന്നില്ല, അത് വരുന്ന ഈ കാർഡുകൾ പറയുന്നുമില്ല. മറിച്ച് താങ്കളുടെ ഉള്ളിലുള്ള ഊർജ്ജം, അതായത് അതുമായിട്ട് കണക്ട് ചെയ്യുക, ക്രിയേറ്റിവിറ്റി, ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ഒരു റിസ്ക് എടുക്കുക, അതായത് ആക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഈ വ്യക്തിയുടെ മേത്ത് താമരപ്പൂക്കൾ കാണാം. ഇത് ബോധോദയത്തിൻ്റെ കാർഡാണ്. അതായത് താങ്കൾക്ക് അടുത്ത് തന്നെ ബോധോദയവും പുതിയതും വരുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം എനിക്ക് ക്രിയേറ്റീവായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആലോചിക്കുക എന്ന് രാത്രി, എന്നിട്ടത് പ്രവർത്തിക്കാനാണ് കാർഡ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ.